ഭക്ഷണമാണെന്നു കരുതി റോഡരികിലെ വീട്ടിൽ നിന്ന് തെരുവുനായ കടിച്ചു കൊണ്ടുവന്നത് കഞ്ചാവടങ്ങിയ കവർ. നാട്ടുകാർക്ക് സൂചന ലഭിക്കുമെന്ന കാരണത്താൽ വീട്ടിലെ കഞ്ചാവ് ഒളിപ്പിക്കാനുള്ള ശ്രമം പാളുകയായിരുന്നു. ഒടുവിൽ വിവരമറിഞ്ഞ് പോലീസും എത്തി. ഷൊർണൂരിലാണ് സംഭവത്തിൽ മമ്മിളിക്കുന്നത്ത് മുകേഷിന്റെ ഭാര്യ പ്രവീണയെ ഷൊർണൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. കേസിൽ പ്രവീണയുടെ ഭർത്താവ് മുകേഷാണ് രണ്ടാം പ്രതി. ഇയാളെ കണ്ടെത്താനായിട്ടില്ല. മുകേഷിനെതിരെ മുൻപും കഞ്ചാവ് കടത്തിനും വിൽപ്പനയ്ക്കും കേസുണ്ടെന്ന് പോലീസ് പറഞ്ഞു. കൈലാട് റോഡിൽ കിണറ്റിൻകരയ്ക്ക് സമീപത്തെ വീട്ടിലാണ് സംഭവം. ഇന്ന് രാവിലെ ഇവിടുത്തെ പ്രദേശവാസികൾ ഈ റോട്ടിൽ നായ്ക്കൾ കുറച്ച് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കടിച്ചു കൊണ്ടുവന്ന് കണ്ടത് ശ്രദ്ധയപ്പെട്ടതിന്റെ ഭാഗമായിട്ടാണ് ആളുകൾ ആ കവർ പരിശോധന നടത്തിയപ്പോൾ ആളുകൾ കഞ്ചാവാണെന്ന് തോന്നിക്കുന്ന വിധത്തിലായപ്പോൾ ആളുകൾ തന്നെയാണ് നേരിട്ട് പോലീസിനെ വിളിക്കുകയും അവർ വന്ന് വീട്ടിൽ പരിശോധന നടത്തുകയും ചെയ്തിട്ടുള്ളത്. വീട്ടിൽ നിന്ന് കഞ്ചാവ് അടങ്ങിയ പാക്കറ്റ് തെരുവുനായ കടിച്ചു കൊണ്ടുവന്ന് വീടിന്റെ പുറത്തേക്കിട്ടതോടെയാണ് പരിസരവാസികൾക്ക് സംശയം തോന്നിയത്. ഇവർക്ക് കഞ്ചാവ് ഇടപാടുള്ളതായി നാട്ടുകാർക്ക് അറിയാമായിരുന്നു. ഇതിനിടെ പോലീസ് എത്തി പ്രതിയുടെ വീട്ടിൽ പരിശോധന നടത്തി. മുകേഷിന്റെ വീടിന് മുൻപിൽ 3 കാറുകളുണ്ടായിരുന്നു. ഇതിലൊരു കാറിൽ നിന്നാണ് 50.43 ഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തത്. ഇതോടെ പ്രവീണ വീടിനകത്തെ കഞ്ചാവ് ശൗചാലയത്തിലിട്ട് വെള്ളമൊഴിച്ച് കളഞ്ഞതായും കണ്ടെത്തി. പോലീസിന്റെ ശാസ്ത്രീയ പരിശോധനാ വിഭാഗമെത്തി ക്ലോസറ്റിൽ നിന്നും സമീപത്തു നിന്നുമായി കഞ്ചാവ് പിടിച്ചെടുത്തു. കഞ്ചാവ് ഉണ്ടായിരുന്ന വാഹനവും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇൻസ്പെക്ടർ വി രവികുമാർ, SI M മഹേഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. CCN ഷൊർണൂർ.